എന്നാൽ വിട്ടോളൂ, ശശി തരൂരിനെ വളരെ നൈസായിട്ട് ഉപദേശിച്ച് മൂലക്കിരുത്താനുള്ള ധൈര്യം തൽക്കാലം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനുണ്ടോ? ഇല്ല. വി ഡി സതീശനുണ്ടോ? അതുമില്ല. കേരളം വിട്ടാൽ സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ പോലും ആ ധൈര്യമില്ല ഇപ്പോൾ. എന്നാൽ ആ ധൈര്യം കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരനുണ്ടെന്ന് കൂട്ടിക്കോ. കാരണം തൃശ്ശൂരിൽ തോറ്റ ശേഷം, അല്ല, തൃശ്ശൂരിൽ പാർട്ടിക്കാർ തന്നെ തോൽപ്പിച്ച ശേഷം കെ മുരളീധരൻ പറയുന്നതൊക്കെ കേൾക്കാൻ ഒരല്പമെങ്കിലും ചെവി കൊടുക്കാറുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർ. ഇപ്പോഴിതാ തരൂരിനെ കാര്യമായിട്ട് ഉപദേശിച്ച് ഊഞ്ഞാലാട്ടി ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ് കെ മുരളീധരൻ. BJPയിലേക്ക് പോയ സ്വന്തം സഹോദരി പത്മജ വേണുഗോപാലിൻ്റെ ഇപ്പോഴത്തെ വിധിയും ഗതിയുമൊക്കെ വ്യക്തമായി അറിയാം കെ മുരളീധരന്. ഗവർണറാക്കാമെന്ന് പറഞ്ഞു, പക്ഷേ തൃശ്ശൂരിലെ BJP ആസ്ഥാനത്തിലെ അടിച്ചുതളി പോലും കൊടുത്തില്ല പത്മജയ്ക്ക്. കാരണം കൂടിയ നേതാവാണത്രേ. അപ്പോൾ പിന്നെ തരൂർ പോണെങ്കിൽ അതുപോലെ അങ്ങ് പോട്ടെ എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ശശി തരൂരിൻ്റെ പാർട്ടിയിൽ ശ്വാസം മുട്ടുന്നൊരവസ്ഥയാണെങ്കിൽ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് ഇഷ്ടമുള്ള രാഷ്ട്രീയം തെടുക്കാമെന്നാണ് കെ മുരളീധരൻ നൽകിയത്. പക്ഷേ അത് നല്ലൊരു ഉപദേശമാണ്. മറ്റു ചിലർക്കത് പിടിക്കില്ലെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഒഴികെ മറ്റെല്ലാവരെയും പുകഴ്ത്തുന്ന നിലപാടാണ് ശശി തരൂർ എന്ന മാന്യദേഹം സ്വീകരിക്കുന്നതെന്നും എന്താണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് അറിയില്ലെന്നുമാണ് മുരളീധരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. തരൂരിന് മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആ നിലയ്ക്ക് പാർലമെൻ്ററി പ്രവർത്തനങ്ങളിലും പാർട്ടി പ്രവർത്തനത്തിലും ഒരേപോലെ രണ്ട് വള്ളത്തിൽ തന്നെ ചവിട്ടി മുന്നോട്ട് പോകണം. അത് പാർട്ടിക്കുള്ളിലെ വള്ളമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ പാർട്ടി വിടുക എന്നുള്ളതാണ്. തരൂരിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ പാർട്ടിക്ക് അകത്ത് ചർച്ച ചെയ്യാം, ഒരു തടസ്സവുമില്ല. ആരും തരൂരിൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കില്ലെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. നമ്മുടെ എല്ലാ അഭിപ്രായങ്ങളും പാർട്ടി സ്വീകരിച്ചോളണം എന്നില്ല. എങ്കിൽ താൻ പറയുന്നതൊക്കെ പാർട്ടി കേട്ടണേ എന്ന് മുരളീധരൻ പറയുന്നു. അതല്ല, തരൂരിന് പാർട്ടിക്കുള്ളിൽ തുടർന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹമെങ്കിൽ, അല്ല പ്രവർത്തിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ പാർട്ടി ഏൽപ്പിച്ച ഈ രണ്ട് സ്ഥാനങ്ങളും തിരിച്ചേൽപ്പിച്ച് ഇഷ്ടമുള്ള രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുക. MP സ്ഥാനം ഉപേക്ഷിക്കണം, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗത്വവും ഉപേക്ഷിക്കണം. തരൂർ വിഷയം ഇനി അധികം സംസാരിക്കാൻ താനില്ലെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. കാരണം പറഞ്ഞു മടുത്തത്രേ. ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും ഒരു ചർച്ചയാകുന്നത് ഒരു താല്പര്യമില്ല, ആർക്കൊരു ഗുണവുമില്ല. കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴികെ മറ്റെല്ലാവരെയും തരൂർ സ്തുതിക്കാറുണ്ട്. അത്യാവശ്യം നമ്മുടെ പിണറായിയും സ്തുതിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് തരൂരിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയില്ല, പാർട്ടിക്ക് പുറത്തുള്ള രണ്ട് വെള്ളത്തെ ചവിട്ടി യാത്രയാണോ എന്നറിയില്ലെന്നും മുരളീധരൻ പറയുന്നുണ്ട്. ഈ രണ്ട് മാർഗങ്ങളിൽ ഒന്ന് സ്വീകരിക്കണമെന്നൊരു സഹപ്രവർത്തന എന്ന നിലയിൽ എളിമയോടെ താഴ്മയോടെ താൻ പറയുന്നതെന്ന് കെ മുരളീധരൻ പറയുന്നു. ഇത് രണ്ടുമല്ലാതെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗവുമായി ഒരു അഴകുഴമ്പൻ നിലപാടുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ തരൂരിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ തന്നെ അത് ബാധിക്കുമെന്ന് കെ മുരളീധരൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം കെ മുരളീധരൻ ഇതുപോലെ സാഹചര്യത്തിൽ ചെന്നപ്പെട്ട് അധികം തടികേടാവാതെ തലനനയാതെ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. ഭാവിയിൽ ഇത് പാർട്ടിക്കും തരൂരിനും വലിയൊരു കനത്ത ബാധ്യതയുമാകും, ബുദ്ധിമുട്ടാകുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞു നിർത്തിയത്.